കിഫ്ബി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിന് അറിയാം. കിഫ്ബി എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടന്നൊരു സംവിധാനമാണ് കിഫ്ബി. കിഫ്ബിക്ക് ആവശ്യമായിട്ടുള്ള പണം ബജറ്റിനകത്ത് ആ കണക്കുകൾ വരില്ല. അതിന് പുറത്ത് പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ധനകാര്യ മാർക്കറ്റിൽ നിന്നുമൊക്കെ പണം വായ്പയായിട്ട് എടുത്തിട്ട് വികസന പ്രവർത്തനം നടത്തുന്ന ഒരു ബൃഹത്ത് സംവിധാനമാണ് കിഫ്ബി. കേരള ഫണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്നുകൊണ്ടാണ് കിഫ്ബി എന്നുള്ള അതിൻ്റെ പേര്. അത് രൂപീകരിച്ച കാലം മുതൽ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മെമ്പർ സെക്രട്ടറിയും മെമ്പറാണ്. അതിപ്പോൾ ഞാൻ അതിൻ്റെ അവസാനത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 68,000 കോടി രൂപയുടെ കണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർഷം നടത്താൻ പോകുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു സംവിധാനം. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നെ മെമ്പർ സെക്രട്ടറിയുമാണ് രണ്ടാമത്. മൂന്നാമത്തെ എന്തോ KDISC എന്ന് പറഞ്ഞിട്ടുണ്ട്, IT മേഖലയിലെ നിർണായകമായിട്ടൊരു സാധനം. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതിനേക്കാളെല്ലാം ഉപരി അയാൾക്ക് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്. ക്യാബിനറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയുടെ സ്റ്റാറ്റസ് അയാൾക്കുണ്ട്. അയാൾക്ക് ക്യാബിനറ്റിൽ പങ്കെടുക്കാം. ക്യാബിനറ്റ് റാങ്ക് എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് പോകുമ്പോഴത്തേക്കും ആ നിലയിൽ പോകാം. പിന്നെ ഞാൻ കേട്ടെടുത്തോളം, ഞാൻ വീഡിയോ ചെയ്തെടുത്തോളവും ഞാൻ പറഞ്ഞിട്ടുള്ളത് അയാൾ പിണറായി വിജയൻ്റെ തലച്ചോറാണ്. നമ്മൾ ഇതിനു മുമ്പ് M ശിവശങ്കരനെ കുറിച്ച് കേട്ടിരുന്നു. M ശിവശങ്കരനും പിണറായി വിജയൻ്റെ അടുത്ത ആളായിരുന്നു. അയാൾ പക്ഷേ പ്രിൻസിപ്പൽ സെക്രട്ടറി മാത്രമായിരുന്നു. പക്ഷെ ഇയാളതല്ല. ഇയാൾ പിണറായി വിജയൻ്റെ മിക്കവാറും ഭരണപരമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് ഇയാളാണ്.